വണ്ടി സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മുടെ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് പാഴ്സൽ ചെയ്തിട്ടുണ്ട്. വണ്ടി ഇതുവരെയാണ് പാക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ആകുമ്പോൾ കട്ട ഉടായിപ്പാണ് കേട്ടോ. പാക്കിങ്ങിൻ്റെ കാര്യത്തിനായിരുന്നാലും ഇതിന് അഴിക്കാൻ വരെ 100 രൂപ വാങ്ങി. നമ്മളെടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ 3 സഞ്ചി കെട്ടാൻ 400 രൂപ വാങ്ങിച്ചു വരും. വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ കയറ്റി അയച്ചതാണ്. ഇന്ന് രാവിലെ ആയിട്ട് എത്തിയത്. ഈ ഫോൺ നമ്പറൊക്കെ മാറ്റേണ്ട വഴിയെല്ലാം ഉണ്ടോ അവിടെ? ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ വരും. വണ്ടിയിൽ ഇപ്പോൾ ഒരു തുള്ളി എണ്ണയും പോരില്ല. എണ്ണ വഴി इसको सर एंट्री के बाद हटाना, पेट्रोल उधर डालना। हाँ, पेट्रोल इधर में डालना। ये आरपीएफ वाला है ना, पुलिस वाला। हाँ, पुलिस वाला। जाके लेफ्ट जाओगे, हाँ, उसको एंट्री करा के नंबर बोल के अपनी गाड़ी का एंट्री करवा के रिसिप्ट देकर पेट्रोल डाल के मिलेगा। रिसिप्ट आपके पास होगा ना? आई गिव यू रिसिप्ट आपको दिया ना? ओके। इसी में आपको एंट्री कराना है। अपने बाइक का नंबर बोलना है। ओके। और इसको हटा के साइड पे कर देना। हाँ, डन जाके लेफ्ट बढ़िया। മൈരന്മാര് ഫുൾ 100 വാങ്ങിച്ചിട്ട് ഇത് അഴിച്ചു വന്നിട്ട് ഉരുട്ടാൻ. നമുക്ക് വണ്ടി എടുത്തോട്ട് പോകാന്നല്ലേ ഉള്ളൂ. അറിയാ വണ്ടി എടുക്കാനല്ലേ പറഞ്ഞു. തള്ള പെട്രോൾ ചോദിക്കണ്ടേ? അവന്മാര് പെട്രോൾ തരും. അങ്ങനെ ബാംഗ്ലൂർ തെരുവിലൂടെ കണ്ടിരിക്കുന്നു. പിന്നെ വണ്ടി സേഫായിട്ട് എത്തിയിട്ടുണ്ട്. വേറെ ഇതൊന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇന്ന് ഉരുട്ടി വരണം. ഒന്നുമില്ല, കാലി. ദൂരം കളഞ്ഞു. വണ്ടി പെട്രോൾ ഇറങ്ങട്ടെ. നീ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം. 1 2 3 4 ഇറങ്ങട്ടെ. സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടി ഇനി ബാംഗ്ലൂരിൽ കിടന്ന് ഓട്ടം. उधर है भाई, उधर है, उन्होंने निकालेगा उधर है। ഇതെങ്ങനെയാണോ പൈസ കൊടുക്കാതെ ഇപ്പം കയറ്റി കൊണ്ടുവന്ന? पैसा
ഇവിടെ എന്താ തെറ്റ്? കുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റൊക്കെ ഉടഞ്ഞു വെച്ചിരുന്നു. ഇവിടെ കെട്ടി വെച്ചിരുന്നു. पैसा नहीं बेचो इसीलिए पुकार ले रहा था കർണാടക വണ്ടിയാടാ, അങ്ങനെ ചോദിക്കൂലായിരിക്കും. ഞാൻ പൈസ കൊടുത്തിട്ടാണ് വണ്ടി അയച്ചു കൊടുക്കണം. താങ്ക്സ്. മാപ്പ് നോക്കണ്ടേ? നമുക്ക് പൈസ കൊടുക്കാതെ പോകലായിരുന്നല്ലേ? പൈസയും കൊടുത്തില്ല. ഞാൻ അത് തന്നെ പറയാം, നമ്മളവിടെ നിൽക്കുന്നത്, നമ്മളെ വണ്ടി എടുത്തോണ്ട് പോകാന്ന് പറയാം. അതാണ് ഞാൻ നിന്നെ അടുത്ത് പറഞ്ഞു, അവിടെ പറ പൈസ കൊടുക്കണ്ട പോകാന്ന്. എനിക്ക് ആദ്യം പൈസ കൊടുക്കും, എനിക്ക് അറിയത്തില്ല കുറിച്ച്. ആദ്യമാണ് പറഞ്ഞു പൈസ കൊടുക്കുന്നു. ഞാൻ കൊടുക്കുമായിരിക്കും, എനിക്കും അറിയത്തില്ല കുറിച്ചിട്ട്. അവർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു വണ്ടി ഒന്നും എങ്ങനെ അറിയുന്നത് ചോദിച്ചു. ഇവിടെ അവിടെ ഒരു ലാൽബാഗ് 3 കിലോമീറ്റർ ലാൽബാഗ് 3 കിലോമീറ്റർ ബാഗ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ കറക്റ്റായിരുന്നു. ഇത് വണ്ടി നമ്മളെ ആക്റ്റീവ് ആയിട്ട് 34,000 കിലോമീറ്ററായി. സമയം ഇപ്പം തന്നെ 5-6 മണിയായി. 6 മണിയായി ഇല്ല അളിയാ. നമ്മൾ ആദ്യം ഇത് പെട്രോളൊന്നും ഇല്ല, നമ്മുടെ കാലി വെച്ചിട്ടാണ് അവിടെ നിന്ന് കയറ്റിയത്. വണ്ടി കണ്ണാടി ഇല്ലാത്തപ്പോൾ എന്ത് ലുക്ക്. ഗൈസ്, പാഴ്സൽ ചെയ്തതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പം നമ്മൾ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് വണ്ടി പാഴ്സൽ ചെയ്ത് വിട്ടത്. അതിൻ്റെ ചാർജസ് വന്നിട്ട് ഒരു 1,200 രൂപ തന്നെ. സ്കൂട്ടറിന് വരണുണ്ട്, ബൈക്കിനാകുമ്പം അത് റേറ്റ് ചേഞ്ച് ആവും. റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 1,600 ആ റേറ്റിൻ്റെ മേലെ ആവും എങ്ങനെ പോയാലും. ബൈക്കിനാണെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ആയതുകൊണ്ട് അതിന് റേറ്റ് കൂടുതലാണ്. പിന്നെ അത് പോയിട്ട് വണ്ടിയിൽ ഫ്യൂലും കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ അവിടെ എത്തേണ്ട ഫ്യൂല് മാത്രം, എന്ന് വെച്ചാൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കേണ്ട ഫ്യൂല് മാത്രം എത്തുപുരം മതി. പിന്നെ അഥവാ ഫ്യൂല് കൂടുതലാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ കുപ്പി കൊണ്ടുപോകണമായിരിക്കും നല്ലത്. അപ്പോൾ അവരാണെങ്കിൽ ഊറ്റിത്തരേണ്ട പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അത് പോയിട്ട് ഇതിന് പേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞ് ചാർജ് ഉണ്ടായിരുന്നു, ഒരു 400 രൂപ അതിനായി. പിന്നെ അത് പോയിട്ട് നമ്മളെ തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനെ ഒരു 1,600 രൂപ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോയിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ വെയിറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അത് നമ്മൾ റെയിൽവേയിൽ തന്നെ അടയ്ക്കേണ്ടത്. അത് ഞാൻ എത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ പോയി എടുത്തത്. ഞാൻ അന്ന് പോണ ട്രെയിന് കന്യാകുമാരി അല്ല, കൊച്ചുവേളി എക്സ്പ്രസ് ആയിരുന്നു. പക്ഷേ ഈ വണ്ടി വന്നത് കന്യാകുമാരി എക്സ്പ്രസ്സിൽ നിന്നാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി എക്സ്പ്രസ് മാത്രമേ ബാംഗ്ലൂരുള്ളൂ. പിന്നെ അത് പോയിട്ട് കൊച്ചുവേളിയിൽ നിന്നാണ് പിന്നെ ബാംഗ്ലൂരുള്ളത്. അതൊരു 4:45-4:30ക്കാണ് ബാംഗ്ലൂരിലോട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ എത്തിക്കണ സമയം എന്ന് പറയണത് ഒരു മണിക്കൂറിന് മുമ്പെങ്കിലും എത്തിക്കണം. എങ്കിലേ ചിലപ്പോൾ അന്ന് സ്പേസും കാര്യങ്ങളും ഉണ്ടെങ്കിലേ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ആയിപ്പോവും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂർ എത്തി കഴിഞ്ഞപ്പം വെയിറ്റിങ്ങിൻ്റെ ആ ചാർജ് ഉണ്ടായിരുന്നു. അതൊരു 50 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ അത് പോയിട്ട് അവിടെ എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്നു.
അവിടെ ഈ കവർ ഇളക്കാൻ അവന്മാർ വിളിച്ചായിരുന്നു. അപ്പം വണ്ടി വന്ന സമയത്ത് രാവിലെ വിളിച്ച് പറഞ്ഞ് ഇതുവരെ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാരണവും പറഞ്ഞ് അവന്മാർ ആദ്യം 200 രൂപ വേണമെന്ന് പറഞ്ഞ്, പിന്നെ ലാസ്റ്റ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു 100 രൂപ കൊടുത്ത് അങ്ങനെ സെറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. പക്ഷേ വേറെ വലിയ വിഷയം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓട്ടിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓട്ടിച്ച് പോകുന്നത് കുറച്ച് ടാസ്ക് ആണ് എന്ന് വിചാരിച്ചാണ് ആ വണ്ടി കയറ്റി വിട്ടത്. പിന്നെ സമയം കൂടെ ഇല്ലായിരുന്നു, പെട്ടെന്ന് പോകേണ്ട ധൃതിയിലൊക്കെ ആയിരുന്നു. അഥവാ നിങ്ങൾ KSR സ്റ്റേഷനിലാണ് വണ്ടി എടുക്കണമെങ്കിൽ ചിക്പേട്ടയിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ചിട്ട് പോകണം. KSRൻ്റെ അടുത്ത് ഒരു പമ്പും ഇല്ല. ഒരു 1-1.5 കിലോമീറ്ററിൻ്റെ ആ ഒരു റേഡിയസിലെ പമ്പുള്ളൂ. പിന്നെ അത് പോയിട്ട് എല്ലാം കൂടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1800 ആയി വണ്ടി കയറ്റി വിട്ടതിൻ്റെ. തിരിച്ചോ ഇറങ്ങാൻ പറ്റുമോ? കറക്കരുത്, കറക്ക് ഓട്ടോ പെട്ടെന്ന് ഒരു മൊബൈൽ ഹോറർ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യില്ല. റേഞ്ചും ഇല്ല. അത് നേരെയാണോ? ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബൈക്ക് സോർ 93.